കൗൺസിലറുടെ ഒരു ആരോപണം നിങ്ങളുടെ നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിലാണ് വന്നിരിക്കുന്നത്. അതിനോടുള്ളൊരു മറുപടി എന്താ? കൗൺസിലേഴ്സിന് ഒരു ഗ്രൂപ്പുണ്ട്, നമ്മുടെ വാട്സപ്പ് അടൂർ മുനിസിപ്പൽ കൗൺസിലർ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പം അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് എല്ലാവരെയും വിളിച്ചറിയിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ മെസ്സേജ് ഇടാറാണുള്ളത്. അപ്പം ഇന്നലെ രാത്രിയിൽ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞു. രാത്രി ധൃതിക്കിടയിൽ ഞാനത് നോക്കിയില്ല. അപ്പം രാവിലെ എന്നെ ഏഷ്യാനെറ്റ് ചാനലുകാർ വിളിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അറിയുന്നത്. എന്താണ്ട് മയക്കുമരുന്നിൻ്റെ ഇതിനകത്തൊക്കെ ബന്ധപ്പെട്ടൊരു ന്യൂസ് കൗൺസിലറുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, എന്താണെന്നാണ് ചോദിച്ചത്. ശരിക്കും ആ വന്ന എന്താ പറയുന്ന വോയിസ് മെസ്സേജ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് അടിസ്ഥാനരഹിതമാണ്. വിശദമായ കാര്യങ്ങൾ ഞാൻ തിരക്കിയിട്ട് എന്താണെന്നുള്ളത് അറിയിക്കാം. എന്തായാലും ഇതിന് നിയമപരമായി ഞാൻ പോകും. പാർട്ടിപരമായിട്ട് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് നടപടി വേണമെങ്കിലും എടുത്തോളൂ എന്ന രീതിയിലാണ് സിപിഎമ്മിന്റെ കൗൺസിലറുകളെ. എന്ത് നടപടി ആരെടുത്തോണമെന്ന് ഞാൻ എടുത്തോളാൻ പറഞ്ഞു? അങ്ങനെയല്ല. അതിനകത്ത് വന്ന മെസ്സേജ് ഞാൻ കേട്ടു. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോളാനാണ് പറഞ്ഞത്. അത് എനിക്കെതിരെ നടപടി എടുത്തോളാൻ ഞാൻ പറഞ്ഞു എന്നല്ല. സാറേ, അടിസ്ഥാനരഹിതമായ ഒരു കാര്യത്തിന് ആർക്കും ആരെ പറ്റി എന്തും പറയാം. അതിനകത്ത് തെളിവുകളുണ്ടെ കൊണ്ടുവരട്ടെ, അതിനകത്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും എനിക്കെതിരെ വന്ന ഒരു ന്യൂസിനെതിരെ ഞാൻ എന്തായാലും നിയമപരമായി തന്നെ പോകും, രാഷ്ട്രീയപരമായി ഞാൻ പോകും. അല്ലാതെ എന്താണെന്ന് വിഷയം പോലും എനിക്കിപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോഴും പറയാൻ അറിയില്ല. ഞാൻ എന്തിനെ ബേസ് ചെയ്താൽ പറയുന്നത്? മയക്കുമരുന്നിന് ഒരിക്കൽ പോലും ആരെങ്കിലും ഈ വന്ന കാലത്ത് പോകും. ഞാൻ ഈ 2 മക്കളുടെ അമ്മയാണ്. ഇതിലെല്ലാം ഉപരി ഞാൻ 2010 മുതൽ ജനപ്രതിനിധിയാണ്. അന്നും ഞാനൊരു അധ്യാപികയും കൂടിയാണ്. അധ്യാപിക ഒരിക്കലും സമൂഹത്തിനെ മോശമായ രീതിയിലേക്ക് പോകാൻ നമുക്ക് അങ്ങനെ മനസ്സിൽ പോലും ചിന്തയില്ല. പിന്നെ എന്താണ് ആ പറയുന്ന കൗൺസിലർക്കുണ്ടായ ഒരു ഇതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തിരക്കട്ടെ, എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. സാറേ, ലഹരി അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാണ് ഇവിടെ നിയമ നടപടികളുള്ളത്. പോലീസ് അതിനുള്ള പെട്രോളിങ് എല്ലാം നടത്തണം. അവരത് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മളുടെ അറിവിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരത് നോക്കാൻ പോയിരിക്കുകയാണ്, അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇതറിഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ വിട്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു മയക്കുമരുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഇടപെടാൻ ഏറ്റവും യോഗ്യര് നിയമപാലകർ തന്നെയാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഏതറ്റം വരെ പോകാനും നഗരസഭ അധ്യക്ഷ എന്നുള്ള നിലയിലും ഒരു വനിത എന്നുള്ള നിലയിലും ഒരു അധ്യാപിക എന്നുള്ള നിലയിലും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ട്. ഒരു കടയുടെ കാര്യം പറയുന്നത്, ചില കടകൾക്ക് മേഡത്തിന്റെ താല്പര്യപ്രകാരം ലൈസൻസ് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കൂടി പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും സംഭവം? അതിനകത്ത് ഏത് കടയെന്ന് പറയും? എനിക്കിവിടെയുള്ള എല്ലാം, ഞാൻ ജനിച്ചു വളർന്നത് അടൂരിലാണ്. അതിനകത്ത് ഒരു കട താല്പര്യവും ഇല്ല, ഒരു കട താല്പര്യക്കുറവും ഇല്ല. എൻ്റെ ആർക്കും ഇവിടെ ഒരു കടകളും ഇല്ല. അങ്ങനെയുള്ള ഒരു ഇതിലും ഞാൻ വീഴുന്ന ഒരു വ്യക്തിയല്ല. വ്യക്തിപരമായ താല്പര്യം വേറെ, രാഷ്ട്രീയപരമായ താല്പര്യം വേറെ, നിയമപരമായ അല്ലെങ്കിൽ ഞാനിരിക്കുന്ന പൊസിഷൻ്റെ താല്പര്യം അത് അടൂർ നഗരസഭയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നത്. അത് ചെയ്ത് ഇനി മുന്നോട്ട് പോകും. അതും നമ്മളല്ലല്ലോ, അത് പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത്. അത് പറയാൻ ഞാൻ ആളല്ല. പാർട്ടിപരമായി എടുക്കേണ്ടത് പാർട്ടിപരമായി എടുക്കട്ടെ. അത് ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കട്ടെ. ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു. സത്യത്തിൽ എനിക്കും അറിയില്ല. രാവിലെ എന്നെ ഏഷ്യാനെറ്റ് ന്യൂസുകാർ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ന്യൂസ് വന്നെന്ന് പോലും ഞാൻ അറിയുന്നത്. അതുവരെ ഞാൻ അറിഞ്ഞില്ല. കാരണം രാവിലെ തൊട്ടിപ്പം മാർച്ച് 31 വരെ നമ്മുടെ പദ്ധതികളുടെ എക്സ്പെൻഡിച്ചർ ആക്കാനും എല്ലാം ഇങ്ങനെ നെട്ടോട്ട് ഓടുന്ന സമയമാണ്. അപ്പോൾ രാത്രി ചെന്ന് കഴിഞ്ഞാലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളും പൊതുവായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ രാത്രിയിലും ചില സമയം ഉണ്ടെങ്കിൽ മാത്രം ഫേസ്ബുക്കിൽ കയറുന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ നോക്കും. പക്ഷേ ചില സമയത്ത് നമ്മുടെ ക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോകും. ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ്. തന്നെയല്ല, ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ സ്ഥിരം ഇങ്ങനെ ഈ പറയുന്ന കൗൺസിലർ തന്നെ സ്ഥിരം മെസ്സേജുകൾ ഇടാറുള്ളതാണ്. അതുകൊണ്ട് വലിയ കാര്യമാക്കി നമ്മൾ നോക്കിയതുമില്ല. വ്യക്തിപരമായിട്ടുള്ളത് എനിക്ക് ആരോടും വ്യക്തിപരമായിട്ടില്ല. എനിക്ക് എൻ്റെ ഞാൻ ഉൾപ്പെടെയുള്ള 28 പേര് എനിക്ക് ഒരുപോലെയാണ്. വ്യക്തിപരമായിട്ട് നമുക്ക് ആരോടും ഒരു വൈരാഗ്യം വരേണ്ട കാര്യമില്ലല്ലോ.